കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത കാർഷിക മേഖലയിലെ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താൻ തീരുമാനം. ഈ മാസം 15-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. കാർഷിക വിദ്യാഭ്യാസ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്രൈസ്തവരെ അവഗണിക്കുന്നുവെന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ വിമർശനം. പലതവണ വിഷയം സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ രൂപത തീരുമാനിച്ചത്. ബജറ്റിലടക്കം കർഷകരെ അവഗണിച്ചതോടെ കർഷകരുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് മാർ തോമസ് തറയിൽ 24-നോട് പറഞ്ഞു. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവർ പിന്തുടരുക. വോട്ടുള്ളിടത്ത് അവരുണ്ട്, അല്ലാത്തടത്ത് അവർ നിൽക്കുന്നില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവൻ്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിൻ്റെ ഫലമാണ് നമ്മുടെ നാടിന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. ഈ മാസം 15-ന് മാങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നടത്താനാണ് തീരുമാനം. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് സഭ ഇറങ്ങുക എന്നുള്ളതിനേക്കാളും നമ്മുടെ ജനങ്ങൾക്ക് നല്ലൊരു സമുദായ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും ക്രൈസ്തവര് ആദരിക്കപ്പെടേണ്ടതിന് പകരം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം തന്നെ ഉണരണം. അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവണം. രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ സഭ നിലപാട് ഘടിപ്പിച്ചത് നിർണായകമാകും. ടോബി ജോൺസൺ, 24 കോട്ടയം.